ഒരു വെള്ളിയാഴ്ച രാത്രി പതിവ് പോലെ ആദർശ് സർ സ്കൂളിലെ ഏറ്റവും പിന്നിലുള്ള ക്ലാസ് മുറിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുറച്ചു കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് എടുക്കുകയായിരുന്നു. സമയം 10 കഴിഞ്ഞിരുന്നു. ക്ലാസ് മുറിയുടെ പുറത്ത് നല്ല മഴയും ഇടിയുമുണ്ടായിരുന്നു. സാധാരണ ഈ സമയം സ്കൂൾ പരിസരം ആളനക്കമില്ലാതെ വിജനമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദർശ് സർ ക്ലാസ് മുറിയുടെ വാതിൽ കുറ്റിയിട്ടിരുന്നു. പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റിൽ ക്ലാസ് മുറിയുടെ വാതിൽ തുറന്നു. അപ്പോൾ തന്നെ വാതിൽ കുറ്റിയിട്ട് ആദർശ് സർ ക്ലാസ്സിലേക്ക് തിരിഞ്ഞു. പക്ഷേ അപ്പോൾ ഒരു കുട്ടി ക്ലാസ് മുറിയിലില്ലായിരുന്നു. അവൻ വാതിലടയ്ക്കാൻ പോയ സമയത്ത് കുട്ടികൾ എങ്ങോട്ട് പോയെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആദർശ് സർ കുട്ടികളെ പേരെടുത്ത് വിളിച്ചു. ആരും പ്രതികരിച്ചില്ല. ഒരു നിമിഷം ഭയം അയാളെ പിടികൂടി. മുറിയുടെ ചുമരിലേക്ക് നോക്കിയപ്പോൾ അതിൽ മങ്ങിയ ചുവന്ന നിറത്തിൽ ഒരു കൈയുടെ അടയാളം കണ്ടു. അത് പുതിയതല്ല, വളരെ പഴയതാണ് എന്ന് അയാൾക്ക് തോന്നി. ആദർശ് സർ ടോർച്ചെടുത്ത് മുറി മുഴുവൻ പരിശോധിച്ചു. അപ്പോഴാണ് ക്ലാസ് മുറിയുടെ മേശക്കടിയിൽ ഒരു കുട്ടി ഒളിച്ചിരിക്കുന്നത് കണ്ടത്. ആദർശ് സർ അവനെ വിളിച്ചു. അവൻ പേടിച്ചു വിറച്ചുകൊണ്ട് ഭിത്തിയിലെ കൈയുടെ അടയാളം കാണിച്ചു. ആദർശ് സർ വീണ്ടും വാതിലിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ വാതിലിന്റെ ചെറിയ വിടവിലൂടെ അവരെ നോക്കി ചിരിക്കുന്നത് കണ്ടു. ആ ചിരിയിൽ ഭീകരത നിറഞ്ഞതായിരുന്നു. അതൊരു മനുഷ്യന്റെ ചിരിയായിരുന്നില്ല. ആ ശബ്ദം കേട്ടപ്പോൾ ആദർശ് സർ കുട്ടിയെയും കൂട്ടി പുറത്തേക്ക് ഓടാൻ തീരുമാനിച്ചു. അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ വാതിൽ ഭിത്തിയിൽ പതിഞ്ഞ ആ ഭീകരരൂപം ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് അവർക്ക് നേരെ കൈകൾ നീട്ടി. പിറ്റേന്ന് രാവിലെ സെക്യൂരിറ്റി ജീവനക്കാർ വാതിൽ തുറന്നു കിടക്കുന്ന ക്ലാസ് മുറിയിൽ 2 പേരെയും തളർന്ന നിലയിൽ കണ്ടെത്തി. ആദർശ് സർ ഭിത്തിയിലെ കൈയുടെ അടയാളം ചൂണ്ടിക്കാട്ടി. സ്കൂൾ അധികൃതർ ആ അടയാളം കാണാതായ ഒരു കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ആ സ്കൂളിൽ വെച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആരും ആ സ്കൂളിൽ പ്രത്യേക ക്ലാസുകൾ എടുക്കാറില്ല. ആ മുറി ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്.